ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റോസ്മേരിയുടെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരിയെ കുറിച്ചുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് റോസ്മേരിയെ കുറിച്ച് ഇനിയും ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ കുറേ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റിപ്പീറ്റഡ്ലി സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തേക്കാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ടാകുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നതും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് വരുന്നു, അതെന്താ കാരണം, റീസൺ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന റോസ്മേരി പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാണ്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കാം. ഈ റോസ്മേരി എന്ന് പറയുന്നത് ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾ തലയിൽ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാണ്ട് തലയൊക്കെ കഴുകാണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ സ്റ്റിക്ക് ചെയ്യും. അത് പിന്നെ വന്നിട്ട് അത് ഡാൻഡ്രഫായിട്ട് മാറും, ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും, തലയിൽ ചൊറിച്ചിലുണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന റോസ്മേരി പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാരണമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോസ്മേരിയിൽ വലിയ അളവിൽ കെറ്റോൺ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടന്റ് സെൻസിറ്റീവ് സ്കാൽപ്പുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ തലയിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ മേ ബി ഇതുമായിരിക്കാം നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് വരുന്നതിനുള്ള കാരണം. ആൻഡ് രണ്ടാമത് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. റോസ്മേരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കുറയുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോസ്മേരി എന്ന് പറയുന്നത് ഒരു ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിലുള്ള ഡാൻഡ്രഫ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോസ്മേരി ഹെൽപ്പ് ചെയ്യൂട്ടോ. അപ്പൊ ഇത് രണ്ടുമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ റോസ്മേരി യൂസ് ചെയ്തിട്ട് എന്റെ മുടിക്ക് ഭയങ്കര കൊഴിച്ചിലാന്ന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായി. അതിനുള്ള ഒരു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ ഹെയർ സ്കാൽപ്പില് ടെമ്പറേച്ചർ അനുസരിച്ച് ഹോട്ട് ടെമ്പറേച്ചർ ഉള്ള ആളുകൾക്ക് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത് ഒരു ഹോട്ട് ബേസിൽ വരുന്ന ഓയിലാണ്. സോ ഹോട്ട് ടെമ്പറേച്ചർ ഉള്ള ആളുകൾ ഈ ഹോട്ട് ബേസിൽ വരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഹോട്ട് ആയിട്ടുള്ള നിങ്ങളുടെ തലയിലെ പോഴ്സസ് ഒന്ന് ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനകത്തേക്ക് വീണ്ടും ഹോട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചെല്ലുമ്പോൾ ഒന്നും കൂടെ അത് ഓപ്പൺ ആയിട്ട് മുടിക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാതെ അത് കൊഴിഞ്ഞു വീഴും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. പിന്നെ മുടി കൊഴിച്ചിലിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ അധികമായിട്ടുള്ള ഉപയോഗമായിരിക്കും. ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് കാണുന്നുള്ളത്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ശരി, ഹെയറിനാണെങ്കിലും ശരി, നമ്മൾ എത്രത്തോളം അധികമായിട്ട് കൊടുത്താലും ആ ഒരു സ്കിന്നിനും ഹെയറിനും അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് ഒരു അളവുണ്ട്. അതിൽ കൂടുതൽ ഒരിക്കലും അത് അബ്സോർബ് ചെയ്തെടുക്കില്ല. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് ശരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നതിന് പകരം അതിന്റെ ദോഷഫലങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ സ്കാൽപ്പ്, ഹെയർ അല്ലെങ്കിൽ സ്കിന്നിന് എത്രത്തോളം പ്രൊഡക്റ്റ് ആണ് ആവശ്യം അത്രമാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ കൊടുത്ത് അതിനെ ബുദ്ധിമുട്ടിക്കരുത്, പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ കൂടുതലായിട്ടുള്ള ഉപയോഗവും ഈ മുടി കൊഴിച്ചിലിന് കാരണമാവും. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ വന്നാണ്, റോസ്മേരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയോ എന്നുള്ളത്. റോസ്മേരി യൂസ് ചെയ്യുന്നത് വഴി മുടി കൊഴിച്ചിൽ ഒരിക്കലും കുറയില്ല. പക്ഷെ നിങ്ങളുടെ മുടി കൊഴിഞ്ഞ ഭാഗത്തുള്ള ഹെയറിന്റെ റീഗ്രോത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് പറയുമ്പോൾ ഇന്ന് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാവുന്നല്ലാട്ട് ഞാൻ പറയുന്നത്. ഒരു മാസം കണ്ടിന്യൂസ് എന്ന് ഞാൻ പറയുന്നത് വീക്ക്ലി ട്വൈസ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു മാസം ഒരു 8 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബേബി ഹെയർസ് ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ സ്റ്റോറേജിനെ കുറിച്ചിട്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് നിങ്ങൾ തന്നെ റോസ്മേരി ലീവ്സ് വാങ്ങിച്ച് ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികം നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതർവൈസ് നിങ്ങൾ ഇതുപോലത്തെ ഇപ്പൊ ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ പോലത്തെ ഇതൊക്കെ വാങ്ങുവാണെങ്കിൽ അത് 1 വർഷത്തോളം അല്ലെങ്കിൽ 1.5 വർഷത്തോളം ഒക്കെ കേടാവാതെ അത് അങ്ങനെ തന്നെ നിന്നോളും. പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി. അതിനകത്ത് കേടായി പോവാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലർജി ഉള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അലർജിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചില ആളുകൾക്ക് അലർജി ഉണ്ടെങ്കിലും തലയിൽ ഇങ്ങനെ വെള്ളം ഐറ്റംസ് ഒക്കെ നീര് പോലത്തെ ഐറ്റംസ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നീർക്കെട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾക്ക് നീർക്കെട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് ഓവർനൈറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ കുളിക്കുന്നതിന് 15 മിനിറ്റ് മുന്നേ യൂസ് ചെയ്തിട്ട് കുളിക്കുമ്പോൾ അത് കഴുകിക്കളയുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ. ഓവർനൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓയിൽ ചെയ്ത് കഴിഞ്ഞ് ഈ റോസ്മേരി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റോസ്മേരി യൂസ് ചെയ്യാം. മോർണിംഗിൽ നിങ്ങൾ ഇപ്പൊ രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഓയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ റോസ്മേരി യൂസ് ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ, ഇപ്പൊ തലയിൽ തേക്കുന്ന ഓയിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ആ ഒരു കോക്കനട്ട് ഓയിൽ എടുക്കുന്നതിന്റെ 1/3 ഭാഗം ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് റോസ്മേരി വാട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും രണ്ടും നിങ്ങൾക്ക് സെയിം ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ രാത്രി നിങ്ങൾ ഓയിൽ ചെയ്തിട്ട് ഈ റോസ്മേരി യൂസ് ചെയ്യരുത്. കാരണം രാത്രി ഓയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രാത്രി ഓയിൽ, പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രാത്രി ഓയിൽ തലയിൽ ഹെയറിലൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്നെയും പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം മാക്സിമം നിങ്ങൾ ഓയിൽ യൂസ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഇരുന്നതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറെ പേര് ഈ റോസ്മേരി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അല്ല എങ്കിലും ഇതിന്റെ താഴെ കുറെ പേര് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ, എന്ത് ട്രീറ്റ്മെന്റാണ് ചെയ്തേക്കണെന്ന് പറയാമോ എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഹെയർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കട്ടിങ് മാത്രമാണ്. അതും വല്ലപ്പോഴൊക്കെയാണ് ഞാൻ പുറത്ത് പോയി, അതായത് വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ പുറത്ത് പോയി ഹെയർ ഇങ്ങനെ എന്തെങ്കിലും ലയറോ ഫെദറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷെ ഞാൻ തന്നെ മന്ത്ലി ഞാൻ തന്നെ ട്രിം ചെയ്ത് കൊടുക്കലാണ് പതിവ്. പിന്നെ ഹെയർ സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം മാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണ്. ഇങ്ങനത്തെ ഒരു ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പണ്ട് കുറച്ച് കുറച്ച് ടിപ്സും കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഉടനെ ചെയ്യുന്നുണ്ട്. 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ മറക്കാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.